Hello my students. Today we are discussing about our fourth chapter, that is keeping diseases away. Okay. From the first page of this chapter we have seen that some news reporters based on the flood. What's the news reports? Yes. Prevent rat fever alert recommended. Measures to ensure drinking water in flood affected areas. Contagious diseases follows flood. What threatened the state again soon after the great floods? അതായത് നമുക്കറിയാം റീസെൻ്റ്ലി 2 or 3 year ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് അനുഭവിക്കുന്നൊരു ഡിസാസ്റ്ററാണ് ഫ്ലഡ്. സോ ഈ ഒരു ഫ്ലഡ് കഴിഞ്ഞിട്ടും കണ്ടാജിയസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുകയാണ്. സോ എന്തുകൊണ്ടാണ് ഈ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഡിസാസ്റ്റർ നമ്മൾ ഹ്യൂമൻസ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും, അതുപോലെ ആരൊക്കെയാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഡിസീസസ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. What are the reasons for the spread of diseases in such situations? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്തൊക്കെ റീസൺസ് കൊണ്ടായിരിക്കും ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഹൈജീനിക് കണ്ടീഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഉണ്ടാകുമ്പോൾ, ഒരു അൺഹെൽത്തി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ദർ ഈസ് ആൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അവിടെ മസ്റ്റായിട്ടുണ്ടാകും. ഓക്കെ. Conditions suitable for the multiplication and transmission of pathogens exist in abundance, and this may cause the spread of various communicable diseases. That means അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലഡ് എഫക്റ്റ് ചെയ്ത ഏരിയാസിൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ആയിട്ടോ അല്ലെങ്കിൽ അൺഹൈജീനിക് കണ്ടീഷനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പാത്തോജൻസ് ട്രാൻസ്മിറ്റ് ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്താണ് ആ ഒരു പാത്തോജൻ്റെ എമൗണ്ട് അവിടെ കൂടി വരുന്നുണ്ട്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദി പാത്തോജൻസ് ആർ മൈക്രോ ഓർഗാനിസം. So here the most of the pathogens or most of the disease causing organisms are the microorganism. So what do you mean by microorganism? Yes, microorganism we can't see with our naked eye. It can see with the help of microscope. സോ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത ദാറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഈസ് കോൾഡ് മൈക്രോ ഓർഗാനിസം. Okay, so in here this chapter we are going to learn about different types of microorganisms and diseases. Okay, so you have learned that there are many microorganisms that are useful to humans, but some of them are pathogens. Is it? Yes. From the previous classes we studied that some of the microorganisms that are benefit to the human beings. For example, lactobacillus. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് ലാക്ടോബാസില്ലസ്, മിൽക്ക് കേട് ആ ഒരു ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ പാത്തോജൻസ്. മൈക്രോ ഓർഗാനിസത്തിൽ മോസ്റ്റ് ഓഫ് ദം പാത്തോജൻസ് ആണ്. ഓക്കെ. സോ വാട്ട് ആർ ദ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം യു മേ നോ? ഏതൊക്കെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്? യെസ്, ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ, then virus, fungus, then protozoa, etc. So those are the types of microorganisms that cause diseases. Okay, so here first of all we studied about bacteria. Okay, സോ അതിനു മുന്നേ നമുക്ക് എങ്ങനെയൊക്കെയാണ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് എന്ന് നോക്കാം. നോട്ട് ഓൺലി ഹ്യൂമൻസ് ബട്ട് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് are also affected by these pathogens. How are pathogens transmitted from one person to another?
Not only humans, നമ്മുടെ കേസിൽ മാത്രമല്ല, but in the case of animals or plants ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? It's of course the pathogens are affected. And how are the pathogens transmitted from one person to another? എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഈ ഒരു പാത്തോജൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? യെസ്, നമുക്കൊരു എക്സാമ്പിളായിട്ട് റീസെൻ്റ് ഇഷ്യൂവിൽ നടക്കുന്ന കൊറോണ വൈറസ്. How it's transfer? It's through contact or cough, sneezing, etc. So through contact or coughing, sneezing, and contaminated food and water, unsterilized equipment, vectors, cloth are the main mode of transmission of diseases. So the main modes of transmission of diseases through food and water, by contact, cough and sneezing, unsterilized equipment, vectors like rat, dog, etc., and through cloth. So these are the mode of transmission of diseases. Okay. And here two works are. First one is collect information on other modes of transmission of diseases. നമ്മൾ ഇവിടെ ഒരു 5 type of transmission of diseases പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ഏതൊക്കെ type of transmission of disease ആണ്? It's through blood donation, through wounds, etc. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മേ ബി ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് പോസിബിൾ ആണ്. ത്രൂ വൂൺസ് മീൻസ് യെസ്, മുറികളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്തിന്? ഡിസീസസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതിലേക്ക് മോർ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ആൻഡ് ഹിയർ ദ അനദർ ക്വസ്റ്റ്യൻ ഈസ് ഐഡൻറ്റിഫൈ various method for the prevention of communicable diseases. Communicable disease prevent ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? യെസ്, അവോയ്ഡ് എന്ത് ചെയ്യുക? അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ് അവോയ്ഡ് ചെയ്ത് സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ എപ്പോഴും കീപ്പ് ചെയ്യണം. ആൻഡ് ഡ്രൈ ഡേ ഒബ്സർവേഷൻ. വാട്ട് യു മീൻ ബൈ ഡ്രൈ ഡേ? യെസ്, എന്ത് ചെയ്യുക? സ്റ്റാഗ്നൻ്റ് വാട്ടർ കിടക്കുന്നത് നമ്മൾ അവിടുന്ന് അവോയ്ഡ് ചെയ്തിട്ട് പ്ലേസൊക്കെ നീറ്റാക്കി വെക്കുക. ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഡ്രൈ ഡേ ഒബ്സർവേഷൻ, സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവോയ്ഡ് കോണ്ടാക്റ്റ് വിത്ത് അനിമൽസുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് വാഷ്ഡ് ആൻഡ് അയൺഡ് ക്ലോത്ത്സ് യൂസ് ചെയ്യുക. ആൻഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എക്സെട്ര. സോ നമുക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു ലിമിറ്റ് വരെ നമുക്കതിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 2 ക്വസ്റ്റ്യൻസിലേക്കും ഈ ഒരു പോയിൻറ്റ്സ് കൂടാതെ മോർ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. ആൻഡ് ദ അനദർ വർക്ക് ഈസ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇനി ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് ഓരോരോ ടൈപ്പ് ഡിസീസാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസിങ് അബൌട്ട് ബാക്ടീരിയൽ ഡിസീസസ് ആയിട്ടുള്ള റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ഓക്കെ, റാറ്റ് ഫീവർ or otherwise called leptospirosis. What do you mean by rat fever? Rat fever is an bacterial disease and the bacteria is a prokaryote. What do you mean by prokaryote? Yeah, it's without an enveloped nucleus. These are prokaryote. So bacterial diseases are rat fever and the bacteria is an prokaryote. They enter the body and multiply through binary fission. So through binary fission the bacteria are multiplied in our bodies and they produce some toxins and they destroy the cells and cause diseases. So these bacteria are produce some toxins in our body and they destroy the cells in our body and may cause diseases. Okay. And leptospira is the bacteria that cause rat fever. So here the pathogen, rat fever in the pathogen എന്ന് പറയുന്നത് ആരാണ്? leptospira.
ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയാസ് ആണ് പാത്തോജൻ. ആൻഡ് ദ ബാക്ടീരിയ ദാറ്റ് കം ഔട്ട് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്, dog and certain other animals remain alive in stagnant water and moisture. സോ എങ്ങനെയാണ് ഈ ബാക്ടീരിയാസ് നമ്മളോട് എത്തുന്നത്? അതായത് റാറ്റ്, ഡോഗ് പോലുള്ള അനിമൽസിൻ്റെ യൂറിനിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ബാക്ടീരിയാസ് വരുന്നത്. അത് ഫ്ലഡഡ് ഏരിയാസിലൊക്കെ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ആൻഡ് മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും? റിമൈൻസ് അലൈവ്, അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഓക്കെ, when those bacteria reaches blood through wounds, so നമ്മളെ ബോഡിയിൽ എവിടെയെങ്കിലും wounds ഒക്കെ ഉണ്ടെങ്കിൽ they reach the ബ്ലഡിലോട്ട് എത്തുന്നുണ്ട്. ആൻഡ് ദേ അഫക്റ്റ് ദീ സെൽസ് ആൻഡ് പ്രൊഡ്യൂസ് certain toxins. സോ ഈ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മുടെ സെൽസിനെ അഫക്റ്റ് ചെയ്തിട്ട് ദേ പ്രൊഡ്യൂസ് സം ടോക്സിൻസ്, അവിടെ അവർ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു ഇൻറ്റേർണൽ ബ്ലീഡിങ്. സോ ഈ ടോക്സിൻസ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ അഫക്റ്റ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഹിയർ ദ മെയിൻ സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ ആർ സിവിയർ ആയിട്ടുള്ള ഫീവർ, headache, muscle pain, redness in eye, etc. are the major symptoms. സോ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെയായിരുന്നു? സിവിയർ ആയിട്ടുള്ള ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ പെയിന്, ദെൻ റെഡ്നെസ് ഇൻ ഐ, എക്സെട്ര. ഓക്കെ, rat fever can be completely cured through early diagnosis ആൻഡ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഈ ഒരു റാറ്റ് ഫീവറിൻ്റെ സിംറ്റംസ് വരുന്ന ടൈമിൽ തന്നെ നമ്മളത് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ക്യൂർഡ് ഏർലി. നമുക്ക് ഏർലി തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയും. ആൻഡ് ദ റിയലൈസേഷൻ ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ ഈസ് ബെറ്റർ ദാൻ treatment is very important to stop the spread of disease. So immunization is better than treatment. അതാണ് ഏതൊരു ഡിസീസ് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ആലോചിക്കേണ്ട കാര്യം ഇമ്മ്യൂണൈസേഷൻ. സോ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ ഇമ്മ്യൂണിറ്റി കൈവരിക്കാം, അതിനുള്ളതൊക്കെ ബോഡി ഡയറ്റ് ബാലൻസ് ഡയറ്റ് ചെയ്തിട്ടും റെഗുലർ എക്സസൈസ് ചെയ്തിട്ടും നല്ലൊരു ഹെൽത്തി കണ്ടീഷനായിട്ട് നമ്മുടെ ലൈഫ് മൂവ് ചെയ്ത് ഈസ് ഓഫ് കോഴ്സ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. സോ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് നമുക്കൊരു ഡിസീസും വരാതെ നമ്മുടെ ബോഡിയെ ഓൾവേസ് ഹെൽത്തായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, and the question is, what are the measures to be taken to prevent the transmission of rat fever? സോ നമുക്ക് റാറ്റ് ഫീവർ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും? ഇറ്റ്സ് ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് വൺ ഈസ് വെക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യണം. അതായത് ആനിമൽസ് പോലെയുള്ളവരൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് കവർ ഫുഡ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തിരുന്നാൽ അതിലെന്ത് ചെയ്യുന്നുണ്ടാവും? ഒരുപാട് ആനിമൽസ് വന്നിരുന്നാൽ അതിൽ നിന്നൊക്കെ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഡിസീസസ് കോസ് ചെയ്യും. സോ നമ്മളെപ്പോഴും നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ് ഓൾവേസ് കവർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഡ്രിങ്ക് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രമിക്കുക. ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ഡിസ്ട്രോയ്ഡ് പ്രോപ്പർലി. എല്ലായിടത്തും എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇടാതെ അതിനായിട്ട് ഓരോ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? പ്രോപ്പർലി അത് ഡിസ്പോസ് ചെയ്യുക. ആൻഡ് ക്ലോറിനേറ്റ് ചെയ്യുക നമ്മുടെ വാട്ടർ. ആൻഡ് ടേക്ക് പ്രിവെൻറ്റീവ് മെഡിസിൻസ് ആസ് പെർ ആസ് ദി ഡയറക്ഷൻ ഓഫ് എക്സ്പേർട്ട്. നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പേർട്ടിൻ്റെ ഒരൊറ്റ ഡയറക്ഷൻ, അതായത് നമ്മൾ സ്വന്തം ഇഷ്ടത്തിനല്ലാതെ എക്സ്പേർട്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസസ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് നമുക്ക് കാണുകയാണെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കാം. സോ റാറ്റ് ഫീവർ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുന്നുള്ളത് നമ്മളൊരു ഹൈജീനിക് ആയിരിക്കണം. ആൻഡ് ഫുഡ് ഓപ്പൺ ചെയ്യാതിരിക്കുക. ദെൻ ക്ലോറിനേറ്റ് ചെയ്യുക വാട്ടർ, ബോയിൽഡ് ആൻഡ് കോൾഡ് വാട്ടർ യൂസ് ചെയ്യുക. ദെൻ വെക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യുക. സോ ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദി റാറ്റ് ഫീവർ. എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിന്. ഓക്കെ, ബാക്ടീരിയ കോസ് മെനി അതർ ഡിസീസസ് ലൈക്ക് റാറ്റ് ഫീവർ. റാറ്റ് ഫീവർ പോലെ തന്നെ ബാക്ടീരിയാസ് വേറുള്ള ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്
പാത്തോജനിക് ആയിട്ടുള്ളത്. അതിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. ഏതൊക്കെ ടൈപ്പ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷനാണ്, മെയിനായിട്ട് 5 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് അഡീഷണൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിനും ആൻസർ ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ ബാക്ടീരിയൽ ഡിസീസ് അല്ല, ദ ഫസ്റ്റ് ഡിസീസ് ഈസ് റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് ദ പാത്തോജൻ ഈസ് ലെപ്റ്റോസ്പൈറ. അതിൻ്റെ സിംറ്റം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള റാറ്റ് ഫീവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ഏതൊക്കെയാണെന്നുള്ളത്, സിംറ്റംസ് ഏതൊക്കെയാണ്, മേജർ സിംറ്റംസ് ഏതൊക്കെയാണ്, പാത്തോജൻ ഏതൊക്കെയാണ്, ആൻഡ് അതിൻ്റെ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, എങ്ങനെയാണ് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വർക്ക് ഈസ് എങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്മിഷൻ, റാറ്റ് ഫീവറിൻ്റെ ട്രാൻസ്മിഷന് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പോയിൻറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം വർക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാസ് എടുത്തതിലുണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.